ബാക്കി യായിബാദുള്ളയെ പറ്റി പണ്ഡിതന്മാർ പലതും പറഞ്ഞിട്ടുണ്ടാവും. സഹിയാന്നുള്ള അഭിപ്രായത്തിൽ പറഞ്ഞവരുണ്ട്, അത് ലൈഫാണെന്നുള്ള അഭിപ്രായത്തിൽ പറഞ്ഞവരുണ്ട്, മറ്റ് ഹദീസുകൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞവരുണ്ട്. അതല്ല ഇവിടെ ചർച്ച. ചർച്ച അവിടെ തന്നെയാണ് ചർച്ച. അവിടെ തന്നെയാണ്. എവിടേക്കാണ് പായണത്? അവിടെ തന്നെ. നിങ്ങൾക്കിപ്പോ യായിബാദം വന്നിപ്പോ വല്ലാണ്ട് ഊരിയിട്ട് നിങ്ങളിപ്പോ ഇസ്തിആനത്ത് പിന്നിഞ്ചൊക്കെ ചാടണം. അതവിടെ നിന്നോട്ടെ കായക്കൊടി. യായിബാദം നിങ്ങൾക്ക് എന്താ അത്ര വലിയ ഇടങ്ങേറ്? നിങ്ങൾക്ക് ഇത് നിങ്ങൾ എഴുതിണ്ടാക്കിയതല്ലേ? ഈ എഴുതി ഉണ്ടാക്കിയത് ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ അഖലാനിയെന്ന് അറിഞ്ഞല്ലോ. ബാക്കി കഴിഞ്ഞോ? അപ്പൊ എന്താ പറഞ്ഞത്? യാ ഇബാദല്ലാ ഇവിടെ ചർച്ചയല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ യാ ഇബാദല്ല ചർച്ചയില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മറുപടി പറയണം. പിന്നെ ബഹുമാന്യ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ KJUവിൻ്റെ സെക്രട്ടറിക്ക് ഈ മുജാഹിദുകളെ ജീവിച്ചിരിക്കുന്ന അബ്ദുൽ ജബ്ബാറിനെ പറ്റി പിന്നെ നോടാറിനെ നമുക്ക് അദ്ദേഹം മരിച്ചു, അദ്ദേഹം കബർന്ന് നീച്ചെന്ന് മറുപടി അറിയില്ലല്ലോ. അതേസമയത്ത് ജീവിച്ചിരിക്കുന്ന ഈ 3 പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, 3 ആളുകളെ സംബന്ധിച്ചിടത്തോളം നോണ പറയാൻ എന്താ പറഞ്ഞ അദ്ദേഹം കേട്ടോളി. ഈ പ്രബന്ധം ഉണ്ടാവും പരലോകത്ത്, ഇത് എഴുതിയ ആളുകൾ ഉണ്ടാവും പരലോകത്ത്. NV മുഹമ്മദ് സാലിമിനെയും അബ്ദുൽ ജബ്ബാർ മദീനിയെയും റാഷിദ് ഖലീലിനെയും മുന്നിൽ നിർത്തി ഞങ്ങൾ പറയും, റബ്ബേ, ഈ തൗഹീദി പ്രബോധക സംഘത്തെ തകർക്കാൻ വേണ്ടി ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങി അവരെഴുതിയ പ്രബന്ധത്തിൽ അനുവദനീയമാണ് എന്ന് തെറ്റായി വന്ന ഒരു ഫത്വ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർക്ക് അനുവദനീയമാണെന്നാണ് വാദം. എന്താ പറഞ്ഞത്? അപ്പൊ ഈ പ്രബന്ധത്തിൽ തെറ്റായിക്കൊണ്ട് വന്നിട്ടുള്ളൊരു ഫത്വ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ 3 ആളുകൾ. ഈ 3 ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഞാൻ ചോദിക്കുന്നു, ബഹുമാന്യനായ ഹനീഫ് കായക്കൊടി, നമ്മളൊക്കെ പണ്ട് ഒന്നിച്ച് പ്രവർത്തിച്ച ആൾക്കാരല്ലേ, നിങ്ങൾക്കിപ്പോൾ ഞങ്ങളെ മുശ്രിക്കാക്കാണെങ്കിൽ അവിടെ ആക്കിക്കോളി, ഇന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ നുണ പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ചയായ കളവ് പറഞ്ഞത്? ഈ പ്രബന്ധത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ 2ാമത്തെ പേജിൽ എന്താ ഉള്ളത്? മറിച്ച് ഇത് ശിർക്കിലേക്ക് വഴിവെക്കുമെന്ന കാരണത്താൽ അത് വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിശീകമെന്ന എല്ലാ ഹദീസുകളും ദുർബലമായതിനാൽ അതുകൊണ്ട് അമലെടുക്കൽ അനുവദനീയമല്ല എന്നാണ് വ്യക്തമാക്കുന്നത് ഈ തുടക്കത്തിൽ. ഇനി അവസാനം കേട്ടോ, അതിൽ നിന്നും മനസ്സിലാകുന്നത് ശിർക്കിയായ സഹായത്തട്ടത്തെക്കുറിച്ചാണ്. ശിർക്കെന്ന് മൊത്തത്തിൽ സഹായത്തെ ചോദിക്കൽ ശിർക്കിലേക്കുള്ള വഴിയായതിനാൽ അത് അനുവദനീയമല്ല എന്നുമാണ്. ഇനി അറബിയിലുള്ള കേട്ടോ, ഇതിൻ്റെ 15ാമത്തെ പേജിൽ ഞാൻ കുറച്ച് മാത്രമേ വായിക്കണുള്ളൂ. ഇയാൾ എന്താ ഇതിൽ പറഞ്ഞത്? ഇതിൽ അനുവദനീയം, ഇത് അള്ളാന്റെ കോടതിയിൽ വെച്ച് പറയുന്നല്ലേ. അള്ളാന്റെ കോടതിയിൽ ഈ പ്രബന്ധം വരും കായക്കൊടി. ഈ 3 ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ കോടതി പിടിച്ച് ചോദിക്കും, എവിടെയാണ് ഈ പ്രബന്ധം എഴുതിയിട്ട് അള്ളാഹുവിൻ്റെ ദീനിൽ ഇത് അച്ചാരം വാങ്ങിയിട്ട് നിങ്ങൾ എഴുതിയതാണെന്നല്ലോ, ആരാണ് നിങ്ങൾക്കതിന് തെളിവ് തന്നത്? എവിടെയാണ് അതിന് തെളിവ്? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിങ്ങൾ അച്ചാരം വാങ്ങിയിട്ടാണല്ലോ ഈ പ്രബന്ധം എഴുതിയെന്ന് ഞങ്ങൾ പറഞ്ഞത്. തെളിവ് കൊടുക്കേണ്ടി വരും പരലോകത്ത്. റെഡിയാക്കി വെച്ചോളി തെളിവ്. അബ്ദുൽ ജബ്ബാർ മൗലവിയും അതുപോലെ തന്നെ റാഷിദ് കയും അതുപോലെ NV മുഹമ്മദ് സാലിഖയും ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ അച്ചാരം വാങ്ങിയിട്ട് എഴുതിയെന്നാണല്ലോ. തെളിവുണ്ടാക്കി വെച്ചോളി പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ. മനസ്സിലാക്കിക്കോ. ഇനിയോ, ഇത് എഴുതിയത് ജിന്നിനോടുള്ള സഹായ ചോദ്യം അനുവദനീയമാക്കാനാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? എന്നാ കേട്ടോ, ഇതിൻ്റെ 15ാമത്തെ പേജിൽ എന്താ ഉള്ളത്? എന്താ ജിന്നിനോടുള്ള സഹായ ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്? ഇതാ കേട്ടോ, വഹാദിൽ ആയത്ത് തദുല്ലു അലാ അന്നൽ ഇസ്തിഗാസത ബിൽ ജിന്നി ഹറാം. ഇനി കേട്ടോ, 16ാമത്തെ പേജിൽ കാണാം, ഫൽ ആയത്തു ഫദല്ലത്തിൽ ആയത്തുൽ അദമ്മി ഉലൈക ഫഇന്ന മുദുമുൽ അംനു സർഫു തിൽകിൽ ഇബാദത്തി ലഗൈരില്ല. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ശിർക്കാണ്. ഇനി തീർന്നു 22ാമത്തെ പേജിൽ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു, അൽ-ഇസ്തിആനതു ബിൽ ജിന്നി സവാഉൻ കാനു മുസ്ലിമീന അമ ഗൈറുൽ മുസ്ലിമീന വസിറത്തു മിൻ വസായിലി ശിർക്കി. ഇനി കേട്ടോ, ഫൽ ഹാസിൽ അന്നൽ മഖാമ ഫീഹി തഫ്സീൽ فإذا كان الاستخدام بطلب الخدمة من الجني المسلم فهذا وسيلة للشرك ولا يجوز أن يعالج عند أحد يعرف من എന്ന് പറഞ്ഞ് അനുവദനീയമല്ല. ഇനി ഇതിൻ്റെ 26ാമത്തെ പേജിൽ വഫിൽ ബാബി മാ യജിബു വസദ്ദുഹു കദാലിക യജിബു ഇൻകാറു വസായിലി ശിർക്ക് വൽ ഗാവിയ എന്ന് പറഞ്ഞ് പിന്നെ അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 37ാമത്തെ പേജിൽ വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും.
എന്താണ് ഇതിൻ്റെ 27-ാമത്തെ പേജിൽ കാണാം. ഇതിൻ്റെ അവസാനത്തെ ശരിക്കും ശ്രദ്ധിച്ചോട്ടെ. ഈമാനുള്ളവർ, ഞാൻ എൻ്റെ പ്രൂഫ് പോയിന്റ് പറഞ്ഞ് വായിച്ച് ഇവിടെ അവതരിപ്പിക്കാൻ അതിനെക്കൂടെ പരിഹസിക്കുന്നുണ്ട്. ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ, ഇതാണ് ഓരോ നേരം. ജിന്നിനോടുള്ള സഹായം, ഇതെല്ലാം പറഞ്ഞിട്ട് ഇതിൻ്റെ അവസാനത്തെ പേജിൻ്റെ തൊട്ടുമുമ്പുള്ള പറയാം. ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള വാതിലായതിനാൽ അത് അടക്കേണ്ടതാകുന്നു. ഇത് പരലോകത്ത് വരൂലേ ഗായക്കൊടി? ഈ വാചകം പരലോകത്തേക്ക് ഉണ്ടാവൂലേ? അതായത് ഡിലീറ്റ് ആയി പോകോ? ജിന്നോടുള്ള സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള വാതിലായതിനാൽ അത് അടക്കേണ്ടതാകുന്നു. എന്തിനെന്താണ് ഇവർ മൂന്നാൾ എടുത്തു കൊടുത്ത പ്രബന്ധം? ഇതാ ഖാല ബഅദു അഹ്ലിൽ ഇൽമി ഇന്നഹു ലാ യുസ്തആനു ബിൽ ജിന്നി ലാ മുസ്ലിമിൻ വലാ കാഫിരിഹിം. ഒരു മുസ്ലിം ജിന്നോടും ഒരു കാഫിർ ജിന്നോടും സഹായം ചോദിക്കാൻ പാടില്ല. കാരണം അൽ ഇസ്തിആനതു ബിൽ ജിന്നി ഹറാമുൻ സവാഉൻ കാനത് ഇസ്തിആനതു ബിൽ ജിന്നിൽ കാഫിരി ശൈത്താൻ അം ബിൽ ജിന്നിൽ മുസ്ലിമി ദാലിക ലിഇദ്ദത്തി അദില്ലത്തിൻ. ഒരുപാട് തെളിവുകൾ കൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഈ പ്രബന്ധം അള്ളാഹുവിൻ്റെ കോടതിയിൽ വരും, സംശയമില്ല. നിങ്ങൾ മറുപടി റെഡിയാക്കി വെച്ചോളി. നുണ പറഞ്ഞു പോകുക അവിടെ. ഇനിയോ ഇനി നിങ്ങളുടെ സഹോദരൻ ഏറ്റവും വലിയൊരു ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ 43-ാമത്തെ പേജിൽ കാണാം. അത് ശിർക്കാണ്. ലാ തജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി ഫീ മഅരിഫത്തി നൗഇ മിൻ നൗഇൽ ഇസാബത്തി വ നൗഇൽ ആജിയ ലിഅന്ന അൽ ഇസ്തിആനത ബിൽ ജിന്നി ശിർക്കുൻ. ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അനുമതി എന്നല്ല കൊടുത്തത്. മനസ്സിലായി?